രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളുടെ കിച്ചണ് നല്ലോണം വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാം അടുക്കി ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ അടുക്കളയിലേക്ക് വരുമ്പം നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. അതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് പാത്രങ്ങളൊക്കെ നാളെ രാവിലെ കഴുകാമെന്ന് വിചാരിച്ച് സിങ്കിലൊക്കെ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല ജോലിയൊന്നും ചെയ്യാൻ. മൊത്തം മടുപ്പായിരിക്കും കേട്ടോ നമുക്ക് നമ്മളുടെ കിച്ചണിൽ ജോലി ചെയ്യാനായിട്ട്. രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യൽ, എങ്ങനെയാണ് വൃത്തിയാക്കൽ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചോറും കറിയും ഒക്കെ ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതൊക്കെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതൊക്കെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ കൗണ്ടർ ടോപ്പിൽ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എടുത്തിട്ട് കിച്ചൺ സിങ്കിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ കൗണ്ടർ ടോപ്പ് മൊത്തം തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ടാണ് പാത്രമൊക്കെ കഴുകാൻ പോവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് വെള്ളത്തോട് കൂടിയിട്ട് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കും കേട്ടോ. ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് കിട്ടിയാൽ ക്ലോത്തിൻ്റെ ക്യാരി ബാഗ് കിട്ടുമല്ലോ, അത് ഞാൻ കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് എടുത്ത് വെക്കലുണ്ട്. അതിലൊരു പീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പിലുള്ള അഴുക്കും ഒക്കെ പെട്ടെന്ന് ഇളകി പോരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മെറ്റീരിയലാണത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ആദ്യം നല്ല വെള്ളത്തോട് കൂടിയിട്ട് കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് തുടയ്ക്കും. അപ്പോൾ അതിലുള്ള അഴുക്കും ഒക്കെ ഒന്ന് ഇളകും കേട്ടോ. പിന്നെ വിറകടുപ്പിൻ്റെ അവിടെ എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു വിറകടുപ്പിൻ്റെ അവിടെ കരിയും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഈ ഒരു ക്ലോത്തിലായിരിക്കും ആവുക കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു ക്ലോത്ത് വെച്ച് തുടയ്ക്കുമ്പം അങ്ങനത്തെ അഴുക്കും ഈ കരിയും ഒക്കെ ഈ ഒരു ക്ലോത്തിലേ ആവുള്ളൂ. നമ്മൾ സാധാ തുടയ്ക്കുന്ന കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന ആ ഒരു മൈക്രോ ഫൈബറിൻ്റെ വേറൊരു ക്ലോത്ത് ഉണ്ട്, അതിലേക്ക് അത്ര അധികം ചെളി ആവില്ല. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് മൊത്തത്തിൽ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗ്യാസിൻ്റെ സ്റ്റൗവ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡിഷ് വാഷ് ലിക്വിഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. ഞാനിവിടെ സോപ്പാണ് ഉപയോഗിക്കാറ് പാത്രം കഴുകാൻ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റൗവ് ഇപ്പോൾ സ്ക്രബ് ചെയ്യുന്നത്. പിന്നെ ആ ബർണറിൻ്റെ ചുറ്റുള്ള ആ ഒരു ഭാഗത്തൊക്കെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റീലിൻ്റെ ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു സ്ക്രൂവിൻ്റെയും ഒക്കെ ഇടയിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടും. അപ്പോൾ അങ്ങനെ മൊത്തം സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പതയും ഒക്കെ ഒന്ന് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു ക്ലോത്ത് വെച്ച് ആദ്യം ഒന്ന് തുടച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ നോർമലി കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഉപയോഗിച്ച ആ ഒരു ക്ലോത്തിൽ വെള്ളം അധികം വലിയുന്ന ആ ഒരു ടൈപ്പ് ക്ലോത്തല്ല. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുമ്പം ആ ഒരു വെള്ളവും അഴുക്കും ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഈ ക്ലോത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. അപ്പോൾ അപ്പുറത്താണ് സിങ്ക് ഉള്ളത്, അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യുന്നതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ച് തുടയ്ക്കുമ്പം നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പുൽത്തൈലം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു പുൽത്തൈലത്തിൻ്റെ. ചിലർ കംഫർട്ടൊക്കെ ആക്കാറുണ്ട്, പക്ഷേ എനിക്ക് പുൽത്തൈലത്തിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ തുടയ്ക്കണത്. അപ്പോൾ ഞാനത് സ്പ്രേ ചെയ്യണതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത്. പുൽത്തൈലം നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു ഒരു റിഫ്രഷ്മെൻ്റ് ഉള്ളൊരു സ്മെല്ലാണ്. കൗണ്ടർ ടോപ്പും സ്റ്റൗവിൻ്റെ അടുത്തുള്ള ഒരു വോൾ ടൈലും പിന്നെ നമ്മുടെ കിച്ചണിലൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്, അതും എല്ലാ കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ പാത്രം കഴുകാൻ നിൽക്കാം. അപ്പോൾ രാത്രി മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാത്രം ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കഴുകാൻ, നമുക്ക് ചിലപ്പോൾ രാത്രിയൊക്കെ മടിയാവും. പക്ഷെ അങ്ങനെ മടി വിചാരിച്ച് നിൽക്കരുത് കേട്ടോ. കാരണം നമ്മൾ രാത്രി ഫുള്ളായിട്ട് സിങ്കിൽ ഈ കഴുകാനുള്ള പാത്രങ്ങൾ വെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വരും. അത് മൊത്തം കിച്ചണിൽ മൊത്തം ഉണ്ടാവും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ
കിച്ചൺ മൊത്തം ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഈ പാറ്റ, കൂറ അതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ കിച്ചണിൽ. അപ്പം എപ്പോഴും നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് പാത്രങ്ങൾ ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. എൻ്റെ അടുക്കളയിൽ ഇതേപോലെ ഡബിൾ സിങ്കാണ് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മൾ കിച്ചൺ റിനോവേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മസ്റ്റായിട്ടും വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഡബിൾ സിങ്ക് എന്നുള്ളത്. ഇതിൽ നമുക്ക് പാത്രം കഴുകാൻ നല്ല ഈസിയാണ്. നമ്മൾ ഒരു സിങ്കിലേക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ അത് നമുക്ക് ഓരോ പാത്രം ഇങ്ങനെ സോപ്പ് വെച്ച് തേച്ചിട്ട് മറ്റേ സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലൊരു സ്റ്റീലിൻ്റെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് കഴുകിയ പാത്രങ്ങളൊക്കെ വെക്കുക, വെള്ളം വാർന്നു പോകാനായിട്ട്. അപ്പം അതിന്ന് ഇങ്ങനെ പാത്രം കഴുകിയിട്ട് ആ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇങ്ങനെ വെക്കുക. അങ്ങനെ ഒരു ഈസി ആയിട്ട് പാത്രം കഴുകാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ ഒരു സിങ്ക് വെച്ചതിൻ്റെ ശേഷം. അപ്പോൾ ഈ ഒരു ഡബിൾ സിങ്ക് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ കിച്ചണിലുള്ള വേസ്റ്റ് ഉണ്ടാവില്ല, ഫുഡിൻ്റെ വേസ്റ്റൊക്കെ, അതൊക്കെ പുറത്തേക്ക് കളയുക. രാത്രി മൊത്തം ആ ഒരു വേസ്റ്റ് നമ്മളുടെ കിച്ചണിൽ വെക്കരുത്. അപ്പോൾ പുറത്തേക്ക് കളയാൻ സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ കളയുക. പിന്നെ ഈ വേസ്റ്റൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഈ വേസ്റ്റ് ഇടുന്ന ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് വെക്കാറുള്ളത്. ആ ഒരു പാത്രം നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളവിടെ വെക്കാനായിട്ട്. കാരണം അതിൽ കുറേ അഴുക്കും പിന്നെ എന്തെങ്കിലും മെഴുക്ക് പോലെയുള്ളതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വെക്കൽ കേട്ടോ. പിന്നെ ഞാൻ കിച്ചൺ സിങ്ക് നന്നായിട്ട് കഴുകിയെടുക്കും. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന ആ ഒരു സോപ്പ് വെച്ചിട്ട് തന്നെയാണ് കിച്ചൺ സിങ്കും കഴുകാറുള്ളത്. നിങ്ങൾ ലിക്വിഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കിച്ചൺ സിങ്ക് ഒക്കെ നല്ലോണം കഴുകി പിന്നെ അതിൻ്റെ ആ ഒരു വോൾ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ നല്ലോണം തുടച്ച് പിന്നെ ടാപ്പൊക്കെ നല്ലോണം തുടച്ച് അതിൻ്റെ ചുറ്റും വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഒക്കെ നല്ലോണം വൃത്തിയാക്കി തുടച്ചതിൻ്റെ ശേഷം നമ്മുടെ കിച്ചൺ സിങ്ക് കാണുമ്പോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ അതിൻ്റെ ആ ഒരു തിളക്കം കാണുമ്പോൾ. അപ്പോൾ സിങ്കൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് ഒരു പാത്രത്തിലിട്ടിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ ഞാനത് എടുക്കുകയുള്ളൂ കേട്ടോ. കാരണം അതിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചൂടുവെള്ളത്തിൽ അത് ഇല്ലാണ്ടായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ രാത്രി മൊത്തം ആ ഒരു ചൂടുവെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് നോക്കും എന്തെങ്കിലും ഗ്രോസറി ഐറ്റംസോ അല്ലെങ്കിൽ ഓയിൽ ബോട്ടിലോ നോക്കും, ഓയിൽ എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപ്പ് തീർന്നിട്ടുണ്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. അതൊക്കെ അതിൻ്റെ കണ്ടെയ്നേഴ്സിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും കേട്ടോ, തീരാനായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓയിൽ തീർന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലാത്തതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകണ ആ ഒരു തിരക്കും, രാവിലെ ഒരു തിരക്കാണല്ലോ, അതിൻ്റെ ഇടയിൽ ഇത് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരട്ടി പണിയായ പോലെ തോന്നും കേട്ടോ. അപ്പോൾ രാത്രി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നല്ല ഈസി ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ ഇപ്പോൾ കടലയോ അല്ലെങ്കിൽ ചെറുപയർ അങ്ങനത്തെ എന്തെങ്കിലും കുതിർക്കാനുണ്ടെങ്കിൽ അത് മറക്കാണ്ട് തന്നെ രാത്രി കുതിർക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ നാളെ കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കടല കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് ഓർത്തിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് കിച്ചൺ ഒന്ന് തുടച്ചെടുക്കും മോപ്പ് വെച്ചിട്ട്. അതൊന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള തുടയ്ക്കലൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ പുൽത്തൈലം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ സ്പ്രേ ബോട്ടിൽ, അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും നിലത്ത്. എന്നിട്ട് നനഞ്ഞ മോപ്പ് കൊണ്ട് ഒന്ന് ഇങ്ങനെ നീക്കിയെടുക്കും, അത്രേ ചെയ്യുള്ളൂ. നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും തുടയ്ക്കില്ല. കാരണം നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നിലത്ത് ഇങ്ങനെ ഇറ്റിയിട്ടൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലൊരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും നമുക്ക് നല്ലൊരു സ്മെല്ലും ആ ഒരു പുൽത്തലത്തിൻ്റെ സ്മെല്ലും ഒക്കെ ആകുമ്പോൾ നല്ലൊരു എനർജി ഉണ്ടാവും കേട്ടോ രാവിലെ തന്നെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് കിച്ചണിൽ ചെയ്യാറുള്ളത്. ഇതിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലെയുള്ള ടിപ്സുകളും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ ബായ്.